സൈബർ ആക്രമണത്തിൽ പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ അതിജീവിത രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, സമാനമായ പരാതിയിൽ ജയിലിൽ കിടന്നതാണ് കുറേ ദിവസം രാഹുൽ ഈശ്വർ. ഇപ്പോൾ ഈ പുതിയ പരാതി, ഇതിൽ സൂചിപ്പിക്കുന്ന സംഭവം അല്ലെങ്കിൽ വീഡിയോ പരാമർശം, അത് ഈ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി ഉള്ള പോസ്റ്റിനെ പറ്റിയാണോ? ഗോകുൽ, സൈബർ ആക്രമണത്തിൽ പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതായിട്ടാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നു. ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്കാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പൂങ്കുഴലി സൈബർ പോലീസിന്, തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് SP നിർദ്ദേശിച്ചിരിക്കുന്നത്. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശമുണ്ട്. തുടർന്നായിരിക്കും ഈ ജാമ്യം റദ്ദു ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഗോകുൽ, ശരി, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയ. റിനു, സമാനമായി ഇതേ പരാതിയിൽ അന്നത്തെ അറസ്റ്റും അതിനുശേഷം ജാമ്യം ലഭിക്കാതെ കുറേ നാൾ ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ആ കേസിൽ നിന്ന് പുറത്തിറങ്ങിയത്, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ. ഇത് അന്നും ഈ പ്രതിഭാഗം ഉയർത്തിയ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ നിരന്തരമായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം ചൊരിയുന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്നതാണ്. ആ വാദം വീണ്ടും വീണ്ടും ബലപ്പെടുകയാണ്. തീർച്ചയായും. അതായത് നേരത്തെ തന്നെ ഈ പരാതിക്കാരി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുകയും തുടർന്നാണ് കോടതി നടപടികളിലേക്ക് പോവുകയും റിമാൻഡിൽ ഉൾപ്പെടെയുള്ള നടപടിയിൽ ഈ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായതും പുറത്തേക്ക് വരികയും ചെയ്തത്. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും വീണ്ടും ഈ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അത് ചട്ടലംഘനമാണ്, അല്ലെങ്കിൽ ജാമ്യം ലംഘിക്കുന്ന കാര്യമാണ്. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന ആ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകണം. അതായത് ജാമ്യം റദ്ദു ചെയ്യുന്ന തരത്തിലേക്ക് കോടതിയെ അന്വേഷണ സംഘം സമീപിക്കണം എന്നുള്ളതാണ് ഈ പരാതിക്കാരിയുടെ ആവശ്യം. പക്ഷേ സൈബർ പോലീസിന് ഈ പരാതി കൈമാറിയിരിക്കുന്നു. ഇനി ആ വീഡിയോ കൂടി സൈബർ പോലീസ് പരിശോധിക്കും. അത്തരത്തിൽ ജാമ്യം ലംഘിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുവാനും ഈ ജാമ്യം റദ്ദു ചെയ്യുന്നതിനുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യ പരാതി നൽകിയ അതേ പരാതിക്കാരി തന്നെയാണ് വീണ്ടും ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഗൂഗിൾ, ശരി റിനു, ഏതായാലും ഇനി ജാമ്യം നിഷേധിക്കപ്പെടുമോ, വീണ്ടും രാഹുൽ ഈശ്വർ ജയിലിൽ പോകേണ്ടി വരുമോ എന്നത് കണ്ടു തന്നെ അറിയണം. SITക്കാണ് വീണ്ടും ഈ പരാതി വന്നിരിക്കുന്നത്. തുടർച്ചയായ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം എന്നതാണ്. മുൻപ് പരാതി ഉന്നയിച്ച അതേ അതിജീവിത തന്നെ വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.